അവരുമായി പ്രവാചകൻ ബയ്യത്ത് ചെയ്തു. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, മൻ അല്ലക തമീമതൻ ഫഖദ് അശ്റക, മൻ തഅല്ലക തമീമതൻ ഫഖദ് അശ്റക. ആരെങ്കിലും ഐക്കല്ല് കെട്ടിയാൽ അവൻ ശിർക്ക് ചെയ്തു. ആരെങ്കിലും ഐക്കല്ല് കെട്ടിയാൽ അവൻ ശിർക്ക് ചെയ്തു. ഞങ്ങളുടെ പ്രവാചകൻ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന കാര്യമാണത്. അതുകൊണ്ട് അക്കാര്യത്തെ മുജാഹിദുകൾ എതിർത്തിട്ടുണ്ട്. മന്ത്രത്തെ എതിർത്തു. സഹിഹായ ഹദീസിൽ വന്ന മന്ത്രത്തെ മുജാഹിദുകൾ എതിർത്തിട്ടില്ല. മുജാഹിദുകളുടെ ഖുർആൻ പരിഭാഷയിലെ അവസാന അധ്യായങ്ങളുടെ വിശദീകരണം നോക്കിയാൽ അത് കാണാം. 1985 അൽമനാർ നോക്കിയാൽ കാണാം. 75 പുറത്തിറങ്ങിയ സൽസബീൽ നോക്കിയാലും ഇസ്ലാമിലെ മന്ത്രങ്ങളെ സംബന്ധിച്ചുള്ള വിശദീകരണം അതിൽ കാണാം. 75 85 അപ്രകാരം തന്നെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന് തുടക്ക കാലഘട്ടം മുതൽ ഇങ്ങ് വരെ ഉള്ള ഇസ്ലാമിക പ്രസിദ്ധീകരണങ്ങളിൽ, ഇസ്ലാഹി പ്രസിദ്ധീകരണങ്ങളിൽ മന്ത്രം എങ്ങനെയാകണം എന്ന് ഇസ്ലാമികമായി വിവരിച്ചിട്ടുണ്ട്. അനിസ്ലാമികമായ മന്ത്രങ്ങളെ എതിർത്തിട്ടുണ്ട്. അതിലൊരു പെട്ട ഒരു മന്ത്രമാണ് ഐക്കല്ല്. ആ ഐക്കല്ല് കെട്ടിയിട്ടുള്ള ചികിത്സ. അത് മാത്രമല്ല, മറ്റൊരു ഹദീസ് ഇമാം നസായി ഉദ്ധരിച്ചതിൽ കാണുന്നു. അവിടെ എന്താ പ്രവാചകൻ പറഞ്ഞത്? മന്നഖദ ഉഖദ, ആരെങ്കിലും ഒരു കെട്ടുകെട്ടി, ആരെങ്കിലും ഒരു ചരട് കെട്ടിയിട്ട് സുമ്മന ഫസഫിഹ, ആ ചരടിലേക്ക് അവൻ മന്ത്രിച്ചാൽ, ആ ചരടിലേക്ക് അവൻ ഊതിയാൽ, ഫഖദ് സഹറ, അവൻ സിഹ്ർ ചെയ്തു എന്ന് പ്രവാചകൻ പറഞ്ഞു. ഒരുത്തരൊരു ചരട് കെട്ടിയിട്ട് ആ ചരടിന്റെ അകത്തേക്ക് ഊതുകയാണ്. അങ്ങനെ ഊതിയാൽ ഫഖദ് സഹറ, അവൻ സിഹ്ർ ചെയ്തു. വമൻ സഹറ ഫഖദ് അശ്റക്, ആരെങ്കിലും സിഹ്ർ ചെയ്താൽ അവൻ ശിർക്ക് ചെയ്തു. മൻ തഅല്ലക ശൈഅൻ മുകില ഇലൈഹി, ആരെങ്കിലും ഐക്കല്ല് കെട്ടിയാൽ അല്ലാഹു അവന്റെ കാര്യം ആ ഐക്കല്ലിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ്. ഇത് പ്രവാചകൻ പഠിപ്പിച്ചു. അതുകൊണ്ട് നൂല് കെട്ടിയുള്ള മന്ത്രം ഉണ്ടല്ലോ, നൂല് കെട്ടിടുകയും അതിലിങ്ങനെ ഊതിയിട്ട് അത് മുറുക്കുകയും ചെയ്യുകയും ചെയ്യുന്ന മന്ത്രങ്ങളെ മുജാഹിദുകൾ എതിർത്തിട്ടുണ്ട്. അത് ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ്. ഇമാം നസായിയാണ് ഹദീസ് ഉദ്ധരിച്ചത്. ഐക്കല്ല് കെട്ടുന്നതിന് മുജാഹിദുകൾ എതിർത്തിട്ടുണ്ട്. അത് ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ്. ഇമാം അഹ്മദാണ് ഹദീസ് ഉദ്ധരിച്ചിട്ടുള്ളത്. സഹോദരങ്ങളെ, അങ്ങനെ പ്രവാചകൻ വിരോധിച്ച കാര്യങ്ങൾ, പ്രവാചകൻ വിരോധിച്ച മന്ത്രങ്ങളെ മുജാഹിദുകൾ എതിർക്കുകയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന മന്ത്രങ്ങൾ, അല്ലാഹുവിന്റെ നാമങ്ങൾ കൊണ്ടുള്ള മന്ത്രങ്ങൾ, ഖുർആനിന്റെ ആയത്തുകൾ കൊണ്ടുള്ള മന്ത്രങ്ങൾ, വാരിദായ ഹദീസുകളിൽ വന്നിട്ടുള്ള മന്ത്രങ്ങൾ, ആ മന്ത്രങ്ങൾ മുജാഹിദുകൾ അംഗീകരിക്കുകയും ചെയ്തിട്ട് ഇതാ ഫൈസി വന്നിട്ട് കളവ് പറയുന്നു. മുജാഹിദുകൾ മന്ത്രം അംഗീകരിച്ചിട്ടില്ല. മുജാഹിദുകൾ മന്ത്രം അംഗീകരിച്ചിട്ടില്ല. അത് കളവല്ലേ? അത് കളവാണെന്നതിന് 1985 അൽമനാർ തെളിവല്ലേ? മുജാഹിദുകളുടെ ഖുർആൻ പരിഭാഷ തെളിവല്ലേ? 75 പുറത്തിറങ്ങിയ സൽസബീലുകൾ തെളിവല്ലേ? ഇനി അതുകൊണ്ട് അവസാനിച്ചോ? അവസാനിച്ചിട്ടില്ല. പിന്നെ മുജാഹിദുകളുടെ പേരിൽ അദ്ദേഹം പറയുന്ന മറ്റൊരു ആരോപണം. എന്താ അദ്ദേഹം പറയുന്ന ആരോപണം? കേട്ടോളൂ. 80 കൊല്ലക്കാലം മുജാഹിദ് പ്രസ്ഥാനം നിരന്തരം പ്രചരിപ്പിച്ചിരുന്ന ആശയം മറഞ്ഞ വഴിക്ക് ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ കഴിയുന്നവൻ അല്ലാഹു മാത്രമെന്നായിരുന്നു. മറഞ്ഞ വഴിക്ക് ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ കഴിയുന്നവൻ അല്ലാഹു മാത്രം. ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്താണ് ആ തൗഹീദിന്റെ വചനത്തിൽ മുജാഹിദ് പ്രസ്ഥാനം പഠിപ്പിച്ച അർത്ഥം? ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു ഒഴികെ ദൈവമില്ല, അല്ലാഹു മാത്രമാണ് ദൈവം എന്ന് ചുരുക്കി പറയുമ്പോൾ മുജാഹിദ് പ്രസ്ഥാനം അതിന് പുതിയൊരു അർത്ഥകൽപ്പന നടത്തിയ ചരിത്രത്തിൽ ആദ്യമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാൽ മറഞ്ഞ വഴിക്ക് ഗുണവും ദോഷവും ചെയ്യാൻ കഴിയുന്നവൻ അല്ലാഹു മാത്രം, അദൃശ്യമായ വഴിക്ക് ഗുണവും ദോഷവും ചെയ്യാൻ കഴിയുന്നവൻ അല്ലാഹു മാത്രം, അഭൗതികമായ വഴിക്ക് ഗുണവും ദോഷവും ചെയ്യാൻ കഴിയുന്നവൻ അല്ലാഹു മാത്രം, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ഗുണവും ദോഷവും ചെയ്യാൻ കഴിയുന്നവൻ അല്ലാഹു മാത്രം. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഈ ഒരു പുതിയ അർത്ഥം മുജാഹിദ് പ്രസ്ഥാനം അവരുടെ സകലമാന ഗ്രന്ഥങ്ങൾ എഴുതി വെച്ചു, അവരുടെ പാഠപുസ്തകങ്ങൾ എഴുതി വെച്ചു, അവരുടെ സകലമാന ആനുകാര്യങ്ങൾ നിരന്തരം എഴുതി. എല്ലാ പുസ്തകങ്ങളും പഠിപ്പിച്ചതും എഴുതിയതും പ്രസംഗിച്ചതും അവര് ലാ ഇലാഹ ഇല്ലല്ലാഹ് മറഞ്ഞ വഴിക്ക് ഗുണവും ദോഷവും ചെയ്യാൻ കഴിയുന്നവൻ അല്ലാഹു മാത്രമെന്ന അർത്ഥമായിരുന്നു. കണ്ടോ? അപ്പൊ മുജാഹിദുകൾ പുതിയ അർത്ഥം ഉണ്ടാക്കി. മറഞ്ഞ വഴിക്ക് ഉപകാരോപദ്രവങ്ങൾ ചെയ്യാൻ കഴിവുള്ളവൻ അല്ലാഹു മാത്രം എന്നൊരർത്ഥം മുജാഹിദുകൾ പുതുതായി ഉണ്ടാക്കിയതാണ് എന്നാണ് അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തം. മുജാഹിദുകൾക്ക് മുമ്പ് ആരാണ് അർത്ഥം പറയുന്നത്? അദ്ദേഹം വലിയ വെല്ലുവിളിക്കുന്നുണ്ട്. ഏതായാലും ആ വാചകങ്ങൾ അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള കാര്യങ്ങൾ മുജാഹിദുകൾ മെനഞ്ഞുണ്ടാക്കിയതേ അല്ല. മുജാഹിദുകൾ മെനഞ്ഞുണ്ടാക്കിയതേ അല്ല. നേരെ മറിച്ച് മറഞ്ഞ വഴിക്ക് ഗൈബിയായ നിലക്ക്, അദൃശ്യമായ നിലക്ക് ഭയപ്പെടേണ്ടത് ആരെയാണ്? ഗൈബിയായ നിലക്ക് ഭയപ്പെടേണ്ടത് ആരെയാണ്? അല്ലാഹുവിനെയാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. മുജാഹിദുകൾ കണ്ടുപിടിച്ചതല്ല. ആയത്തുകൾ കണ്ടിട്ടില്ലെങ്കിൽ കേട്ടോളൂ. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് മാഇദയിലെ 94 ആയത്തിൽ പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ ലയബ്ലുവന്നകുമുല്ലാഹു ബിശൈഇൻ മിനസ് സൈദി തനഅലുഹു ഐദീകും വരിമാഹുകും
ലിയഅലമല്ലാഹു മൻ യഖാഫുഹു ബിൽ ഗൈബ്. അല്ലാഹ് പറയാണല്ലോ നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും കേട്ടോ. എന്തിനാ പരീക്ഷണം എന്നറിയുമോ? അല്ലാഹുവിനെ അറിയാൻ വേണ്ടി. എന്താണ് അല്ലാഹുവിനെ അറിയേണ്ടത്? മൻ യഖാഫുഹു ബിൽ ഗൈബ്. അദൃശ്യമായ നിലക്ക് അല്ലാഹുവിനെ ഭയപ്പെടുന്നവൻ ആരാണ് അദൃശ്യമായ നിലക്ക് അല്ലാഹുവിനെ ഭയപ്പെടുന്നത്, മറഞ്ഞ വഴിക്ക് അല്ലാഹുവിനെ ഭയപ്പെടുന്നത് എന്നറിയാൻ വേണ്ടിയാണത് എന്ന് ഖുർആൻ പറഞ്ഞു. ഇനിയും വിശുദ്ധ ഖുർആൻ കേട്ടോ. സൂറത്ത് അംബിയായിലെ 49-ാമത്തെ ആയത്ത്. അവിടെയും അല്ലാഹ് പറയുന്നു, അല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബി. അദൃശ്യമായ നിലക്ക് മറഞ്ഞ വഴിക്ക് അവർ അല്ലാഹുവിനെ ഭയപ്പെടുന്നവരാണ്, മറഞ്ഞ വഴിക്ക് അല്ലാഹുവിനെ ഭയപ്പെടുന്നവരാണ്. വീണ്ടും വിശുദ്ധ ഖുർആൻ കേട്ടോ. സൂറത്ത് ഫാത്തിറിലെ 18-ാമത്തെ ആയത്ത്. അവിടെയും അല്ലാഹ് പറയുന്നു, ഇന്നമാ തുൻദിറുൽ ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബി. മറഞ്ഞ നിലക്ക് അല്ലാഹുവിനെ ഭയപ്പെടുന്നവർ എന്ന്. വീണ്ടും കേട്ടോ സൂറത്ത് ഖാഫ് 33-ാമത്തെ ആയത്ത്. മൻ ഖശിയർ റഹ്മാന ബിൽ ഗൈബി. അദൃശ്യമായ നിലക്ക് അല്ലാഹുവിനെ ഭയപ്പെടുന്നവൻ എന്ന്. വീണ്ടും കാണാം സൂറത്ത് മുൽക്കിലെ 12-ാമത്തെ ആയത്തിൽ, അല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബി. അദൃശ്യമായ നിലക്ക് മറഞ്ഞ വഴിക്ക് അവർ അല്ലാഹുവിനെ ഭയപ്പെടുന്നുവെന്ന്. അവൻ മറഞ്ഞ വഴിക്ക് അല്ലാഹുവിനെയാണ് ഭയപ്പെടുന്നത്, അദൃശ്യമായ നിലക്ക് അല്ലാഹുവിനെയാണ് ഭയപ്പെടേണ്ടത് എന്ന് പറഞ്ഞത് മുജാഹിദുകൾ പുത്തൻവാദമായിട്ടല്ല, നേരെ മറിച്ച് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞതാണ്, ഖുർആൻ പഠിപ്പിച്ചതാണ്, ഖുർആൻ വിശദീകരിച്ചതാണ്. അപ്പോഴാണ് ഇവിടെ പ്രശ്നം ഉണ്ടായത്. എന്താ പ്രശ്നം? അല്ല, മറഞ്ഞ വഴിക്ക് എന്ന് മുജാഹിദ് പറഞ്ഞില്ലേ? പറഞ്ഞു. എന്താണ് ഈ മറഞ്ഞ വഴി? മറഞ്ഞ വഴി എന്ന് വെച്ചാൽ കാണാത്ത വഴി, കണ്ണുകൊണ്ട് കാണാത്തത് എന്നർത്ഥം. ഈ അർത്ഥത്തിൽ മുജാഹിദുകൾ അത് പറഞ്ഞോ? ഒരിക്കലും അത് പറഞ്ഞിട്ടില്ല. മറഞ്ഞ വഴി എന്ന് പറഞ്ഞാൽ കാണാത്ത വഴി എന്നല്ല അതിന്റെ അർത്ഥം, അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടത്. മറഞ്ഞ വഴി എന്ന് പറഞ്ഞാൽ കാണാത്തത് എന്നാണോ? അല്ല, അത് കാണാത്തത് എന്ന അർത്ഥത്തിലല്ല മറഞ്ഞ വഴി അദൃശ്യമായത് എന്നത് ഉദ്ദേശിച്ചത് എന്ന് പുതുതായി കെട്ടിപ്പറയേണ്ടതല്ല. നേരെ മറിച്ച് മുജാഹിദുകൾ കൃത്യമായി അക്കാര്യം വളരെ മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമുക്കറിയാം, നമ്മൾ കാണാത്ത വലുതുണ്ട് ഇവിടെ. ബാക്ടീരിയ കാണുന്നില്ല. ബാക്ടീരിയ കാണുന്നുണ്ടോ? കാണുന്നില്ല. വൈറസ് കാണുന്നുണ്ടോ? കാണുന്നില്ല. അപ്പൊ വൈറസിന്റെ ഉപദ്രവം ഉണ്ടാവും. മറഞ്ഞ വഴിക്കുള്ള ഉപദ്രവമാണ്, മറഞ്ഞ വഴിക്കുള്ള ഉപദ്രവമാണല്ലോ. അതുകൊണ്ട് മറഞ്ഞ വഴിക്ക് അല്ലാഹുവിനെ മാത്രം ഭയപ്പെടാന്ന് പറഞ്ഞു. ബാക്ടീരിയ ഭയപ്പെടരുത് എന്നല്ല, വൈറസിനെ ഭയപ്പെടരുത് എന്നല്ല. അതുപോലെ തന്നെ ജിന്നുകൾ, ആ ജിന്നുകൾ കാണാത്തവരാണ്, അതുകൊണ്ട് ജിന്നുകൾ ഉപദ്രവിക്കും എന്ന് പറഞ്ഞാൽ അത് മറഞ്ഞ വഴിക്കുള്ള ഉപദ്രവമാണ്, മറഞ്ഞ വഴിക്കുള്ള ഉപദ്രവമാണ്. അപ്പൊ ഗൈബിയായ നിലക്ക് അല്ലാഹ് മാത്രമല്ലേ നിങ്ങൾ ഉപദ്രവിക്കും, അല്ലെങ്കിൽ അല്ലാഹുവിന് മാത്രമല്ല ഭയപ്പെടേണ്ടതുള്ളൂ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ജിന്ന് ഉപദ്രവിക്കും എന്ന് പറഞ്ഞാൽ അത് ഗൈബിയായ നിലക്കല്ലേ? സഹോദരാ, ആരെയാ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നത്? മൂപ്പര് ബോധപൂർവ്വം ആ വാക്ക് മാത്രം ഇങ്ങനെ ഉപയോഗിക്കണം, മറഞ്ഞ വഴി, മറഞ്ഞ വഴി, മറഞ്ഞ വഴി. എന്നാൽ മുജാഹിദുകൾ വളരെ മുമ്പ് തന്നെ ഈ വ്യത്യാസം മറഞ്ഞ വഴി എന്നതുകൊണ്ട്, അല്ലെങ്കിൽ ഗൈബ് എന്നതുകൊണ്ട്, അദൃശ്യം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. കേട്ട് പഠിച്ചു വെച്ചോ, കേട്ട് മനസ്സിലാക്കിക്കോ. ഡോക്ടർ ഉസ്മാൻ സാഹിബ് എഴുതിയ ഗൈബ് എന്ന് പറയുന്ന ഒരു പുസ്തകം തന്നെ ഉണ്ട്. ഗൈബ് എന്ന് പറയുന്ന പുസ്തകം, ആ ഗൈബ് എന്ന് പറയുന്ന പുസ്തകം, അതിന്റെ തുടക്കത്തിൽ തന്നെ ഡോക്ടർ ഉസ്മാൻ സാഹിബ് ഒരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്, സാക്ഷാൽ ഗൈബും ആപേക്ഷിക ഗൈബും. അതിൽ എന്താണ് യഥാർത്ഥത്തിലുള്ള ഗൈബ്? അള്ളാഹുവിന്റെ വിജ്ഞാനം പരിപൂർണമാകുന്നു, ദൃശ്യവും അദൃശ്യവുമായതെല്ലാം അവൻ പൂർണ്ണമായി അറിയുന്നു. എത്ര നിസ്സാരമായി നാം കരുതുന്ന കാര്യങ്ങളും അള്ളാഹുവിന്റെ അറിവിൽപ്പെടാതെ പോകുന്നില്ല. ദൃശ്യലോകത്ത് തന്നെ നടക്കുന്ന കാര്യങ്ങളും അധികവും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മറഞ്ഞു കിടക്കുന്നു. അത്തരം മറഞ്ഞ കാര്യങ്ങൾ ചിലപ്പോൾ ശാസ്ത്രോപാധികൾ കൊണ്ട് കണ്ടുപിടിക്കാൻ സാധിക്കുന്നു. പരമാണുവും ബാക്ടീരിയയും വൈറസും മറ്റും മൈക്രോസ്കോപ്പിന്റെയും ഇലക്ട്രോണിക് മൈക്രോസ്കോപ്പിന്റെയും സഹായം കൊണ്ട് ദൃശ്യമാകുന്നതിന് മുമ്പ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഗൈബായിരുന്നു. അതുപോലെ തന്നെ ഒരു മുറിയുടെ അകത്ത് നടക്കുന്ന കാര്യങ്ങൾ പുറത്തിരിക്കുന്നവരും ഗൈബായിരിക്കും. ഈ നിലക്ക് ദൃശ്യലോകത്ത് തന്നെ ഒരുത്തന് ഗൈബായത് മറ്റൊരുവന് അറിയാവുന്നതായിരിക്കും. ഇരുട്ടിൽ മനുഷ്യന് കാണാൻ കഴിയാത്തത് പൂച്ചക്ക് കാണാൻ സാധിച്ചേക്കും. ജിന്നിന് കാണുന്നത് മനുഷ്യന് കണ്ടില്ലെന്ന് വരാം. ഇതൊന്നും സാക്ഷാൽ ഗൈബല്ല. നമ്മൾ കാണാത്തത് ജിന്ന് കണ്ടെന്ന് വരും, അത്